Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് അല്ല കേട്ടോ, നമ്മുടെ ഇവിടുത്തെ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ ലീവിന് നമ്മൾ മക്ക മദീനൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ ഡിലേ ആയത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളിന്റെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എല്ലാവരും നാളെയാണ് കേട്ടോ പെരുന്നാള്. അപ്പൊ ഇന്ന് നമുക്ക് മൈലാഞ്ചി ഇടാം. അറിയില്ല എന്താണ് ഓക്കെ.
ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ ഒരുമിച്ച് മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം എടുക്കാൻ ഈസി ആവുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ പോയിട്ടോ. അപ്പം പിറ്റേന്ന് പെരുന്നാളിനുള്ള ഫുഡിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുക്കളയിൽ പോയതാണ്. ഒരു ചിക്കന് 4ആയിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ തൊലിയോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പം മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കൻ ഇതേപോലെ തൊലിയോട് കൂടിയിട്ട് എടുക്കുമ്പോഴാണല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇനിയിപ്പം കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനിൽ നമുക്ക് ഒരു ഫോർക്കോ കത്തിയോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഹോളിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം തൊലിയോട് കൂടിയിട്ട് ചിക്കൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. അപ്പം ഇനിയിപ്പോൾ ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഉപ്പുള്ള ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഉപ്പില്ലാത്ത ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഉപ്പ് വേറെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഇതിപ്പോൾ ഉപ്പുള്ളതായതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കണില്ല. അപ്പം ഒരു ചിക്കനിലേക്ക് 2 ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ കപ്സേക്കൊക്കെ ചേർക്കുന്ന ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അത്. ഇപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ബിരിയാണി ചേർക്കുന്ന ഗരം മസാല വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു റെഡ് കളർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കറക്റ്റ് അത് അത്ര നല്ലതല്ല എന്നും അറിയാം. പക്ഷെ എന്നാലും മന്തിൻ്റെ ആ ഒരു കറക്റ്റ് കളറും ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിൽ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മസാല ചിക്കനിൽ തേച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ ഒരു മസാല ചിക്കനിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം പെരുന്നാളിൻ്റെ തലേന്നാണ് കേട്ടോ നമ്മൾ ഈ ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ അന്ന് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പം ഉണ്ടാക്കാൻ എളുപ്പത്തിന് ചെയ്ത് വെക്കണം. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആ ഒരു ഇത് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് അപ്പോൾ തേച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് വേണേലും മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കന് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ അത് പെരുന്നാളിൻ്റെ അന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നേരെ പെരുന്നാളിനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മന്തിക്കുള്ള അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതും വെള്ളത്തിൽ സോക്കാകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. 3 കപ്പ് അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിപ്പം 5 ലിറ്ററിൻ്റെ കുക്കറിൽ കറക്റ്റ് അളവാണ് ഈ ഒരു 3 കപ്പ് അരി. ഇപ്പം നമുക്കിതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 5 ഏലക്കായും 5 ഗ്രാമ്പു പിന്നെ ഒരു ഡ്രൈ ലെമൺ പിന്നെ 3-4 പീസ് പട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും. അത്രയും ഐറ്റംസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ലിറ്ററിൻ്റെ അലുമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റീൽ കുക്കറിനാളും നല്ലത് അലുമിനിയം കുക്കർ എടുക്കുന്നതാണ് കേട്ടോ. സ്റ്റീൽ കുക്കർ ആകുമ്പം അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതിലേക്ക് കുക്കറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഫില്ലായി നിൽക്കുന്ന രീതിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. സ്പൈസസൊക്കെ ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി റെഡിയാക്കിയാൽ പിന്നെ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒറ്റ വിസിലിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ
കുക്കർ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിൽ സോക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന അരി അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ വറ്റിച്ചെടുക്കല്ലോ, ഊറ്റിയെടുക്കുകയാണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട. കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് ആ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ 3 ഐറ്റംസ് ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം മുഴുവനായിട്ട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് 1/4 ഭാഗം വെന്താൽ മതി. ഇപ്പോൾ ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും വെന്താൽ മതി കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് തന്നെ മുഴുവനായിട്ട് വെന്താൽ പിന്നെ നമ്മൾ കുക്കറിലൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് വേവേറിയിട്ട് നമ്മുടെ റൈസൊക്കെ ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഇത്രയും വെന്താൽ മതി. അപ്പോൾ റൈസ് വെള്ളം വാരാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇതാ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടി പിടിക്കൊന്നുമില്ല, കറക്റ്റ് നമുക്ക് കുക്കായി കിട്ടും ഒരു വിസിലിന്. ഈ കാണുന്ന ഈ ഒരു ഓയിൽ മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതല്ല കേട്ടോ. ചിക്കൻ തൊലിയോട് കൂടെ തന്നെ വേവിക്കുമ്പോൾ കുറച്ച് ഓയിൽ അതിൽ നിന്ന് ഇറങ്ങും. അപ്പം ഇനിയിപ്പം നമുക്ക് ഇതിൽ നിന്ന് പകുതി ഓയിൽ എടുത്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് റൈസിൽ എല്ലായിടത്തും ഒരേപോലെ ഓയിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതിന് പകുതി എടുത്തിട്ട് ഓയിൽ മാറ്റി വെക്കുന്നുണ്ട്. പകുതി ഓയിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ പിന്നെ നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത്. അപ്പം അതിന് മുമ്പ് നമ്മൾ കളർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. റെഡ് കളറും യെല്ലോ കളറുമാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. യെല്ലോ കളർ കയ്യിലില്ലെങ്കിൽ അതിന് പകരം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ 2 കളറും മിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് പകുതി ഈ ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഓയിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പകുതി ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ ഒന്ന് പരത്തി കൊടുത്തിട്ട് പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഓയിൽ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കളറും ഒഴിച്ചു കൊടുക്കുക. റെഡ് കളറും യെല്ലോ കളറും കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. 2 കളറും ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് 3-4 പച്ചമുളക് ഇതേപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെറ്റിയോട് കൂടെ തന്നെ കേക്ക് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തെടുത്താൽ പിന്നെ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. അപ്പോൾ ഇത്രയും നേരം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും റെഡി ആക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കുക. അപ്പോൾ ഇനി അതൊന്ന് ദമ്മായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ടൊമാറ്റോ ചട്നി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ ആ തക്കാളി, മല്ലിച്ചപ്പ്, പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് അത്രയും റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാവരും റെഡി ആവാട്ടോ ചെയ്തത്. പിന്നെ ഫുഡ് നമ്മളിപ്പോൾ തന്നെ കഴിക്കണില്ല, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും വലിയ വിശപ്പൊന്നുമില്ല. അപ്പം ഫുഡ് നമ്മൾ മക്ക മദീനൊക്കെ പോകുന്നുണ്ട് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അങ്ങനെ റെഡി ആയിട്ട് പോവുകയാണ്. അപ്പം ഫുഡ് വണ്ടിയിലെടുത്ത് വെക്കുക ചെയ്തത്. നമുക്ക് വിശക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് അങ്ങനെ കഴിക്കാമെന്നുള്ള പ്ലാനിൽ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിനുള്ള ഡ്രസ്സും പിന്നെ അതിനുള്ള ആക്സസറീസൊക്കെ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ്. അപ്പം
ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അങ്ങനെ എല്ലാവരും റെഡിയായി. പിന്നെ ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു പാർക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മക്കത്തേക്കുള്ള യാത്ര തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 6 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട് മക്കത്തേക്ക്. പോകാണ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് നമ്മള് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി പാർക്കിൽ പോയിട്ട് കഴിക്കും. ഫുഡ് ബാക്കിക്കണില്ലേ? അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സും ജ്യൂസൊക്കെ വാങ്ങിയിട്ട് യാത്ര തുടങ്ങി. അപ്പം നമ്മൾ നേരെ ത്വായിഫിലേക്കാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ മീക്കാത്ത് ത്വായിഫിലാണ്. മീക്കാത്ത് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം ഓരോ ഭാഗത്തുനിന്ന് വരുന്നവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ത്വായിഫിലാണ്. തുടർന്നു. അപ്പം ത്വായിഫിലേക്കുള്ള യാത്രയിൽ നമ്മളിവിടെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാഴ്ച കണ്ടു കേട്ടോ. അപ്പോൾ അത് എന്താണെന്നും പിന്നെ ത്വായിഫ്, മക്ക, മദീന, ജിദ്ദ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാം കൂടെ ഇതിലായാലും വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.